ബൂത്തുകളിലൊക്കെ അത്യാവശ്യം രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിലിപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഈ ജോലിക്കൊക്കെ പോകുന്നവർ രാവിലെ എത്തി ആ വോട്ട് ചെയ്ത് ആ പണിയും അവസാനിപ്പിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിൽ വരുന്നവരും ഉണ്ടാകും. പക്ഷേ രാവിലത്തെ ഒരു കാഴ്ചകളൊക്കെ മനോഹരമാണ്. എല്ലായിടത്തും ആളുകൾ എത്തി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ. ആ ഒരു കാഴ്ച അടിപൊളിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് വിഷയങ്ങളൊക്കെ ചർച്ചയായ ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു ഉപതിരഞ്ഞെടുപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ എടക്കരയൊക്കെ ആണെങ്കിൽ 2021 സമയത്തെ എടക്കരയൊക്കെ നോക്കുകയാണെങ്കിൽ എടക്കരയൊക്കെ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതൊക്കെ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അവിടെ ഈ ഒപ്പത്തിനൊപ്പമായിരുന്നു മത്സരം. മാത്രമല്ല ഈ വി പ്രകാശ് ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് അദ്ദേഹം മരണപ്പെടുന്നു. പിന്നീട് അതിനുശേഷം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഈ സംഭവ വികാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഈ വീട് സന്ദർശിക്കുന്നു, പിന്നീട് മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ എടക്കരയൊക്കെ ആർക്കൊപ്പം നിൽക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് അത് ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഷൗക്കത്ത് പാലം വലിച്ചു എന്ന MV ഗോവിന്ദന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പോലെ വന്നിട്ടില്ല എങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ നിൽക്കുന്നുണ്ട് MV ഗോവിന്ദന്. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ ആ വിഷയമൊക്കെ ചർച്ച ചെയ്യുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളോ നമുക്കറിയില്ല. ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിലാണ് ഇനി ഒരു ഉത്തരം അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണാം M സ്വരാജ് അദ്ദേഹം ലൈനിൽ നിൽക്കുന്നുണ്ട്. ബെൻസൺ ഉണ്ട് അവിടെ നിന്നും. ബെൻസൺ M സ്വരാജ് ക്യൂവിൽ നിൽക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാം. അവിടെ നല്ല തിരക്കുണ്ടല്ലേ? അതെ സേതുലക്ഷ്മി, ഗവൺമെന്റ് LP സ്കൂൾ മാങ്കൂത്ത് അവിടെ 202 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് ചെയ്യുക. അദ്ദേഹത്തിന് മുൻപിൽ ഇനിയൊരു ആറോളം ആളുകളുണ്ട് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തൊട്ട് മുൻപിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവാണ്. രണ്ടുപേരും രാവിലെ തന്നെ 7 മണിയോട് കൂടി തന്നെ ബൂത്തിലെത്തി. അപ്പോഴേക്കും നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 5 ബൂത്തുകളാണുള്ളത്. 197, 200, 99, 98, 202 എന്നിങ്ങനെ 5 ബൂത്തുകളാണുള്ളത്. അതിൽ 202 നമ്പർ ബൂത്തിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് ചെയ്യുന്നത്. ഈ മറ്റ് ബൂത്തുകളിലെല്ലാം തന്നെ രാവിലെ മുതൽക്ക് തന്നെ വലിയ ആൾക്കൂട്ടമുണ്ട്. രാവിലെ വലിയ മഴയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനാൽ തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യൂ ഉണ്ട്, കാര്യമായിട്ടുള്ള ക്യൂ തന്നെ ഉണ്ട്. നമുക്കിവിടെ കന്നി വോട്ടറാണെന്ന് തോന്നുന്നു ഒരാളെ കിട്ടിയിട്ടുണ്ട്. എന്താണ്, ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? കന്നി വോട്ടറാണല്ലേ? എങ്ങനെയുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ടോ വോട്ട് ചെയ്യുന്നതിന്റെ? ആദ്യമായിട്ടല്ലേ, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ തീരുമാനിച്ച് തന്നെ വന്നേക്കുവാണ്. പിന്നെ അതെ, എന്താ പഠിക്കുവാണോ? ഞാൻ പഠിക്കാൻ. അപ്പോൾ ഒരു കന്നി വോട്ടറാണ്. അപ്പോൾ നമുക്കറിയാം 7000-ലധികം കന്നി വോട്ടർമാരുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ ഇത്തരം ആദ്യമായി വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. യുവാക്കളുടെ വോട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചേട്ടാ, രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി? നേരത്തെ എത്തി. ഇനി ഇത് കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ പോകാനുള്ളതാണോ? ഇനി മറ്റു തിരക്കൊക്കെ ഉണ്ട്, അപ്പോൾ നേരത്തെ വോട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ മഴ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന്റെ ഒരു ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ വോട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ രാവിലെ തന്നെ എല്ലാവരും എത്തിച്ചേട്ടാ. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയില്ലേ? രാവിലെ തന്നെ വന്നു. മഴയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു രാവിലെ, ഇപ്പൊ മഴയൊക്കെ മാറിയിട്ടുണ്ട്. മഴയില്ല, നല്ല രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് പോകാൻ വേണ്ടിട്ട്. എല്ലാ ഇത്തരത്തിലെ തെരഞ്ഞെടുപ്പിനൊക്കെ രാവിലെ നേരത്തെ വന്ന് വോട്ട് ചെയ്ത് പോലാണോ? നേരത്തെ വന്ന് ചെയ്തു പോയി. ഉത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നീണ്ട ക്യൂ ഉണ്ട്. ഇവിടെ തൊട്ട് അപ്പുറത്ത് തന്നെ വനിതകൾ അപ്പുറത്തുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ട് സമീപത്തെ ബൂത്തുകളിലെല്ലാം തന്നെ കാര്യമായിട്ടുള്ള ക്യൂ ഉണ്ട്. ആളുകൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. വോട്ടിംഗ് 7 മണിക്ക് തന്നെ ആരംഭിച്ചു. രാവിലെ 5:30 കൂടി തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചു. മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. നിലവിൽ എല്ലാം തന്നെ സ്മൂത്തായി തന്നെ കാര്യങ്ങളൊക്കെ തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് വോട്ട്? ഒരു 10-22 ദിവസം നീണ്ടു നിന്ന പ്രചാരണമായിരുന്നു. വലിയ കൊട്ടിക്കലാശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോളിംഗ് സ്റ്റേഷനിലൊക്കെ എത്തിയിരിക്കുകയാണ്. നല്ല കാര്യം, പ്രകൃതി മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. സ്ഥാനാർത്ഥിക്ക് തൊട്ട് പിന്നിൽ നിന്നിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒത്തു വന്നതാ, കരുതി കൂട്ടി വന്നതല്ല. അങ്ങനെ സ്ഥാനാർത്ഥിക്ക് സ്വരാജേട്ടൻ തൊട്ട് പുറകിൽ തന്നെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തോടാണ് നമ്മൾ സംസാരിച്ചത്. അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഇത് പുരുഷന്മാരുടെ വരിയാണ്. ഇതിന് തൊട്ട് സമീപത്ത് തന്നെ സ്ത്രീകളുടെ വരിയുണ്ട്. അവിടെ ഉമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. അങ്ങനെ ആളുകൾ അവിടെയും കാത്തു നിൽക്കുന്നുണ്ട് രാവിലെ. ചേച്ചി, രാവിലെ തന്നെ ഇങ്ങ് എത്തിയല്ലേ വോട്ട് ചെയ്യാൻ? മഴയുണ്ടായിരുന്നോ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു മഴ ഉണ്ടായിരുന്നു? ഇല്ല. രാവിലെ വോട്ട് ചെയ്തിട്ട് ഇനി മറ്റു പരിപാടികൾക്ക് പോകണം? പണിസ്ഥലത്തേക്ക്. എവിടെ ജോലി ചെയ്യുന്നത്? റെയിലിങ്ങില്. അതാ, ജോലിക്ക് പോകാനുള്ള ആളുകളാണ്. ഇവിടുന്ന് വോട്ട് ചെയ്തതിന് ശേഷം വേണം ജോലിക്ക് പോകാൻ. അല്ലെ, രാവിലെ അതുപോലെ തന്നെയാണോ? ജോലിക്ക് പോകാൻ വേണ്ടിട്ട് നേരത്തെ വന്നതാണ്. 7 മണിയായപ്പോഴേക്കും എത്തിയായിരുന്നു. എത്തി. അമ്മ,
നേരത്തെ എത്തിയോ വോട്ട് ചെയ്യാൻ? ഇപ്പോൾ വന്നേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോകണം. ഇത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് വന്നവരുണ്ട്. നേരത്തെ തന്നെ വന്ന് വോട്ട് ചെയ്ത് ഇനി ജോലിക്ക് പോകുന്നവരുണ്ട്, ആശുപത്രിയിലേക്ക് പോകുന്നവരുണ്ട്. ഇവിടെ ഒരു കുട്ടിയുമായിട്ട് ഒരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ചേച്ചി രാവിലെ തന്നെ നേരത്തെ പോകുന്നോ? അല്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. വോട്ട് ചെയ്തിട്ട് ഇനി മറ്റു പരിപാടികളുണ്ടോ? വീട്ടിൽ പെടുന്ന് കിടന്നുറങ്ങണം. അങ്ങനെ വോട്ട് ചെയ്തിട്ട് ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങണം എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അങ്ങനെ അത്തരത്തിൽ പലതരത്തിൽ പല ആവശ്യങ്ങൾ കൊണ്ട് തന്നെ രാവിലെ എത്തി നേരത്തെ തന്നെ സമ്മതിദാനാവകാശം നിർവഹിച്ച് തിരിച്ചു പോകാൻ എത്തിയവരാണ് എല്ലാവരും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മുൻപിൽ ഇനി 5ഓളം ആളുകളുണ്ട്. വോട്ട് ചെയ്ത് പരമാവധി നേരത്തെ തന്നെ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ വോട്ട് ചെയ്ത ആളുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് സംവിധാനാവകാശം നിർവഹിച്ച് ഇറങ്ങാനാകുമെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഇറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. സ്വരാജിന്റെ പ്രതികരണം വരുന്ന മുറയ്ക്ക് ഞാൻ ബെൻസണിലേക്ക് വരാം. അവിടെ ഇപ്പം ചെറുതായിട്ട് മഴ ചെറുതായിട്ട് വീഴുന്നുള്ള കാര്യവും ഇപ്പം കാണാം. അവിടെ കൂടെയൊക്കെ നോക്കുന്നുണ്ട് ആളുകളൊക്കെ.